പോലീസ് അതിക്രമങ്ങളിൽ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്റ്റേഷനുകൾക്ക് മുൻപിൽ ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും KPCC ഭാരവാഹികളും പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി. പോലീസ് കുത്തഴിയാൻ കാരണം പിണറായി വിജയനാണെന്നും 2 കാലിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ആളുകൾ മൂക്കിൽ പഞ്ഞി വെച്ചാണ് തിരികെ വരുന്നതെന്നും കെ മുരളീധരൻ പരിഹസിച്ചു. ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ 2 കാലിൽ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വരുന്നത്. അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ്. ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ്. അപ്പോൾ പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാര്യം. ഏത് കുറ്റം ചെയ്താലും പോലീസുകാർക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്നും മുഖ്യമന്ത്രിയാണ് പോലീസുകാരെ സംരക്ഷിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന സുജിത്തിന് നേരെ ഗുരുതരമായ നിലയിൽ അക്രമങ്ങൾ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നീക്കം ചെയ്യാണ് വേണ്ടത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആയിരുന്ന സുജിത്തിന് മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. അത് അലയൊലികൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് കസ്റ്റഡി മർദ്ദനങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് കോൺഗ്രസ് കൃത്യമായി ഈ അവസരം ഉപയോഗിക്കുകയാണ്. തൊട്ടു മുൻപുണ്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുണ്ടായ ക്ഷീണം മറികടക്കുന്ന തരത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമായി കൂടി ഇതിനെ ഉപയോഗിക്കുകയല്ലേ? നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ക്രൂരമായ മർദ്ദനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ കോൺഗ്രസ് തുടക്കം കുറിച്ചത്. അതിന് പിന്നാലെ പീച്ചിയിലും സമാനമായി പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കെടുതികൾ നേരിടേണ്ടി വന്ന ഇരകളുടെ തുറന്നു പറച്ചിലുകൾ അടക്കം വാർത്തയായതിനു പിന്നാലെയാണ് പ്രതിഷേധ സദസ്സുമായി KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കെ മുരളീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പോലീസ് രാജിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ല എന്ന ഭാഷയിൽ അതിരൂക്ഷമായ വിമർശനം ആഭ്യന്തര വകുപ്പിലും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ചു. സമാനമായ തരത്തിൽ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കളും സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയത്. അതായത് നിയമസഭാ സമ്മേളനത്തിൽ പോലീസ് അതിക്രമങ്ങൾ ഗൌരവമേറിയൊരു വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നതിന് മുന്നോടിയായാണ് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് ഈ പ്രതിഷേധ സദസ്സിന് നേതൃത്വം നൽകുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഈ സുജിത്തിനെതിരായ പോലീസ് മർദ്ദനം വഴി ശ്രമിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്.